ലൂക്കോസ് 7:30. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. യോഹന്നാൻ സ്നാപകനെ കർത്താവിൻ്റെ വരവിനായി വഴിയൊരുക്കുവാനായിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാനാൽ അനേകർ മാനസാന്തര സ്നാനമേൽക്കുവാനിടയായി. എന്നാൽ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത പരീശന്മാരും ന്യായശാസ്ത്രിമാരും സ്നാനമേറ്റില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക ആലോചനയെ അവർ വൃഥാവാക്കി കളയുകയും ചെയ്തു. അവർക്കൊക്കെ സമൂഹത്തിൽ അറിവും സ്ഥാനവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും തങ്ങളുടെ ഹൃദയത്തിൻ്റെ ഗർവ് കാരണം ദൈവിക ആലോചനയെ അവർ തള്ളിക്കളഞ്ഞു. അതവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ വീഴ്ചയായി തന്നെ നമുക്ക് കാണാം. കാരണം യോഹന്നാനെ നിരസിച്ചതുപോലെ തന്നെ അവർ യേശുവിനെയും നിരസിച്ചു. യേശുവിലേക്ക് വരുവാനുള്ള ഒരു മാനസാന്തരത്തിന് അവർ തയ്യാറായില്ല. ഇതിന് മറ്റൊരു കാരണം അവരുടെ സ്വയം നീതീകരണമായിരുന്നു. തങ്ങൾ നീതിമാന്മാർ ആണെന്ന് അവർ സ്വയം തീരുമാനിച്ചു, വിശ്വസിച്ചു. അവരുടെ ജീവിതം ആത്മീയ അന്ധകാരത്തിൽ തന്നെ തുടർന്നു. മനുഷ്യർ അനുതപിച്ച് രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് ദൈവാലോചന. പരീശന്മാർ ഇതിനെ തള്ളിക്കളഞ്ഞതിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയെയാണ് അവർ നിരസിച്ചത്. നമ്മുടെ ജീവിതത്തിലും ദൈവം മാനസാന്തരത്തിനുള്ള അവസരങ്ങൾ നൽകുമ്പോൾ മാനസാന്തരപ്പെടുന്നതാണ് നല്ലത്. ദൈവകൃപയെ നാം വ്യർത്ഥമാക്കി കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ലഭിച്ചു എന്ന് വരികയില്ല. സദൃശ്യവാക്യങ്ങൾ 1:25-26 ദൈവത്തിൻ്റെ ആലോചനയെ ത്യജിച്ചു കളയുകയും തൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവവും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും, നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. മർക്കോസ് 7:9 മാനുഷ്യ സമ്പ്രദായത്തിനായി ജനം ദൈവകൽപ്പന തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:22-23 വാക്യങ്ങളിൽ ദൈവപുത്രനെ വിശ്വസിക്കാഞ്ഞ ജനം കർത്താവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെയൊക്കെയും ദൈവാലോചനയെ വൃഥാവാക്കി കളയുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവാലോചനയെ സ്വീകരിക്കുന്നവരായി മാറാം നമുക്ക്. ദൈവം പറഞ്ഞ ഒരു വാക്കിനും മാറ്റം വരുന്നില്ല. എല്ലാം ഊവ് ഊവ് എന്ന് മാത്രമാണ്. നമ്മോട് ദൈവം സംസാരിക്കുന്നവയെ സ്വീകരിക്കുന്നതിന് തടസ്സമായി നമ്മുടെ ഉള്ളിലുള്ള ഗർവ്, അഹങ്കാരം, ലോകമോഹം, ജഡമോഹം, പണം, പ്രതാപം, പ്രശസ്തി ഒക്കെ മാറിപ്പോകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായും ദൈവിക ആലോചനകൾക്ക് നമുക്ക് ചെവി കൊടുക്കാം, അനുസരിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ദൈവാലോചന അതേപോലെ അനുസരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.